നമസ്തേ. ഫിസിക്സ് അൺലിമിറ്റഡിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം വെക്ടേഴ്സിനെ കുറിച്ച് വിശദമായി കണ്ടു. ഇനി ഈ വെക്ടർ ഒരു 2 ഡയമെൻഷണൽ മോഷനിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് നോക്കാം. നാം ഒരു ഉറുമ്പ് ഈ ബോർഡിൽ കൂടി ഇങ്ങനെ ചലിക്കുന്നുവെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഈ ബോർഡിൻ്റെ ഏതിലേ വേണമെങ്കിൽ ഇങ്ങനെ പോകാം എന്നുള്ളതുകൊണ്ട് ആ ഉറുമ്പിൻ്റെ മോഷനെ നമുക്കൊരു 2 ഡയമെൻഷണൽ മോഷനായിട്ട് എടുക്കാം. നാം ഒരു കോർഡിനേറ്റ് ആക്സിസ് ഇങ്ങനെ വരയ്ക്കുകയാണ് ഇവിടെ ഒറിജിനായിട്ട്. അപ്പോൾ ഇതിലെ ഉള്ള മോഷൻ, ഇങ്ങോട്ടുള്ള ഹൊറിസോണ്ടലായിട്ടുള്ള മോഷനെ എക്സ് ആക്സിൽ ഉള്ള മോഷൻ എന്നും വെർട്ടിക്കലായിട്ടുള്ള മോഷനെ വൈ ആക്സിലുള്ള മോഷൻ എന്നും നമ്മൾ എടുക്കുകയാണ്. ഈ ഒറിജിനൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. ഞാൻ ആക്സിസ് ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഒറിജിൻ ഇവിടെ വന്നേനെ. അപ്പോൾ അതിനകത്ത് യാതൊരു കണ്ടീഷൻസും ഇല്ല, നമ്മുടെ സൗകര്യത്തിൽ നമ്മൾ വരയ്ക്കുന്നു. ഈ ഉറുമ്പിനെ ഞാൻ ആദ്യം കണ്ടത് ഇവിടെയാണ്, P1 എന്ന് പറയുന്ന പോയിന്റിൽ. അപ്പോൾ ഈ P1 എന്ന് പറയുന്ന പോയിന്റിൽ ഉറുമ്പ് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എക്സ് ആക്സിസ് കൂടി ഒരു x1 എന്ന് പറയുന്ന ദൂരം പോയി, അത് കഴിഞ്ഞ് y ആക്സിസിൽ കൂടി y1 എന്ന് പറയുന്ന ദൂരം പോയി. അതായത് ഉറുമ്പ് ഇങ്ങനെ വേണമെങ്കിൽ പോകാം, ഇങ്ങനെ വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ വന്നാൽ എങ്ങനെ വേണമെങ്കിലാകാം. പക്ഷേ ഇപ്പോഴത്തെ ഉറുമ്പിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്ന് എക്സ് ആക്സിസിലെ ദൂരം x1ഉം y ആക്സിസിലെ ദൂരം y1ഉം. സോ P1 x1 y1 ഇവിടെ എത്തി. ഈ ഉറുമ്പ് വീണ്ടും ചിലപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോയെന്നിരിക്കാം, തിരിച്ചിങ്ങനെ വന്നിരിക്കും. കുറച്ച് നേരത്തിന് ശേഷം ഞാൻ ഒബ്സർവ് ചെയ്തപ്പോൾ ഉറുമ്പിനെ കാണുന്നത് ഇവിടെയാണ്. അപ്പോൾ എനിക്കിതിനെ P2 എന്ന് പറയാം. ഈ P2 എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിൽ കൂടി x2 ആണ് ഇപ്പോഴത്തെ ദൂരം, y ആക്സിസിലെ ഡിസ്പ്ലേസ്മെൻറ്റ് y2 ആണ്. കുറേ കഴിഞ്ഞപ്പോൾ ഉറുമ്പ് ഇവിടെയാണ്. അപ്പോൾ എനിക്ക് പറയാം ഇത് x3 y3. സോ ഇങ്ങനെ ഈ ഉറുമ്പിൻ്റെ പൊസിഷൻസിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ പൊസിഷൻ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്ന് ഈ ഉറുമ്പ് എവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞു തരുന്ന വെക്റ്ററാണ് പൊസിഷൻ വെക്റ്റർ. അതുകൊണ്ട് P1ലേക്ക് എനിക്ക് ഇങ്ങനെ നേരെ ഇങ്ങോട്ട് വരയ്ക്കാം. P2 എന്ന് പറയുന്ന പൊസിഷനെ എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കാം. P3 എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരയ്ക്കാം. സോ ഇത് R1, R2, R3 ഈ 3 വെക്റ്റേഴ്സ് ഇതിൻ്റെ പൊസിഷൻ വെക്റ്റേഴ്സാണ്. അപ്പോൾ ഇവിടെ P1 എന്ന് പറയുന്ന P1 x1 y1 എന്ന് പറയുന്ന പൊസിഷൻ അതിൻ്റെ വെക്റ്ററായിട്ട് പറയുമ്പോൾ വെക്റ്റർ R1. അവിടെ ഉറുമ്പ് എതിലേ പോയി എന്നുള്ളത് വിഷയമല്ല. ഉറുമ്പ് ഇവിടെ എത്താനായിട്ട് ഇങ്ങനെ പോയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ പോയോ എന്നുള്ളത് വിഷയമല്ല. ഇപ്പോൾ എവിടെയാണ് എന്ന് മാത്രം. അത് കഴിഞ്ഞ് P1ൽ നിന്ന് P2ലേക്ക് എത്താനും ഉറുമ്പിന് ഈ ഒരുപാട് വഴികളുണ്ട്. അത് നേരെ ഇങ്ങനെ പോകണമെന്ന് നിർബന്ധമില്ല. അതിങ്ങോട്ട് കറങ്ങി ഇങ്ങനെയൊക്കെ പോയിട്ട് അവസാനം ഇങ്ങനെ വന്നതായിരിക്കാം. അല്ലെങ്കിൽ വീണ്ടും ചിലപ്പോൾ നേരെ തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ വന്നതായിരിക്കാം. എങ്ങനെ വേണമെങ്കിലാകാം. പക്ഷേ നാം പൊസിഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഫൈനൽ പോയിൻ്റ് മാത്രമേ നോക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് എന്ന് ചോദിച്ചാൽ P1ൽ നിന്ന് P2ലേക്ക് ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, ഈ പച്ച വര വരച്ചിരിക്കുന്നത് അത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ഇതിനെ നമുക്ക് ഡെൽറ്റ R എന്നെടുക്കാം, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ. ഇനി P2ൽ നിന്ന് P3യിലേക്ക് ചോദിച്ചാൽ അവിടെയും നമുക്ക് പറയാം എങ്ങനെ വേണമെങ്കിൽ ഈ ഉറുമ്പിന് പോകാമായിരുന്നു. അതായത് ഉറുമ്പ് ഒരുപക്ഷെ നേരെ പോന്നെന്നിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ട് കറങ്ങി ഇങ്ങോട്ട് വന്നെന്നിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്നെന്നിരിക്കാം. ഒരുപാട് വഴികളുണ്ട്. അതെല്ലാം അതിൻ്റെ ഡിസ്റ്റൻസ് കവേർഡ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ബ്ലൂ ലൈൻസ് ഓരോന്നിനും ഓരോ ഡിസ്റ്റൻസാണ്. അതെല്ലാം എടുക്കുകയും ചെയ്യാം. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ P2ൽ നിന്ന് P3യിലേക്കുള്ള ഡയറക്റ്റായിട്ട് വരയ്ക്കുന്ന വര, അതാണ് അതിൻ്റെ ഏറ്റവും മിനിമം അകലം. ആ മിനിമം അകലമായതുകൊണ്ട് അതൊരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ ആ സ്ട്രൈറ്റ് ലൈൻ ആകണമെങ്കിൽ നമുക്ക് പറയാം ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ടിങ്ങനെ P3 എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെഡ് ആരോ മാർക്ക് ഇതാണ് അതിൻ്റെ ഇപ്പോഴത്തെ ഡെൽറ്റ R എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഡെൽറ്റ R1 എന്നും ഇത് ഡെൽറ്റ R2 എന്നും എടുക്കാം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് രണ്ടാമതുണ്ടായിരിക്കുന്നത് P2ൽ നിന്ന് P3യിലേക്ക്. ഇനി
R1-ൽ നിന്നായിരുന്നു എന്ന് ചോദിച്ചാൽ R1-ൽ നിന്ന് ആകെ എത്ര മാറി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം P1-ൽ നിന്ന് P3-യിലേക്ക്. അപ്പോൾ ഇനീഷ്യലും ഫൈനലും പൊസിഷൻസ് തമ്മിലുള്ളതെന്ന് പറയുമ്പോൾ ഇതിനെ നമുക്ക് ഡെൽറ്റ ആർ എന്ന് എടുക്കാം. അതായത് ആദ്യത്തെ പൊസിഷനിൽ നിന്ന് അവസാനത്തെ പൊസിഷനിലേക്ക് നാം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളതാണ്. നാം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉറുമ്പിൻ്റെ ആദ്യത്തെ പൊസിഷനിൽ നിന്ന് അവസാനത്തെ പൊസിഷനിലേക്ക് ഉള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയുണ്ടെന്ന് ചോദിച്ചാൽ ഡെൽറ്റ ആർ. അത് P1-ൽ നിന്ന് P3-യിലേക്ക്. അപ്പോൾ ഇവിടെ വെക്റ്റർ മെത്തേഡിൽ നമുക്കറിയാം ഈ R2-വിൽ നിന്ന് R1 കുറച്ചതാണ് ഡെൽറ്റ R1. അതുപോലെ ഡെൽറ്റ R2 എത്രയുണ്ടെന്ന് ചോദിച്ചാൽ R3-യിൽ നിന്ന് R2 കുറച്ചതാണ്, അത് ഡെൽറ്റ R2 കിട്ടി. ഇനി ഡെൽറ്റ R എത്രയാണെന്ന് ചോദിച്ചാൽ R3-യിൽ നിന്ന് R1 കുറച്ചത്. ഇതെല്ലാം വെക്റ്ററാണ്, വെറുതെ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ല പറയുന്നത്. വെക്റ്റർ R3-യിൽ നിന്ന് വെക്റ്റർ R1 കുറച്ചതാണ് ഡെൽറ്റ ആർ. ഇങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് ഓരോന്നും കാണാനായിട്ട് നമുക്ക് ആ വെക്റ്റർ അഡീഷൻ എന്നുള്ള നമ്മൾ ട്രയാങ്കുലർ ലോ പഠിച്ചതിനെ വെച്ച് തന്നെ എടുക്കാം. എപ്പോഴും ഫൈനൽ പൊസിഷൻ വെക്ടറിൽ നിന്ന് ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ സബ്ട്രാക്റ്റ് ചെയ്യുക. അഡീഷൻ സബ്ട്രാക്ഷൻ തമ്മിലുള്ള വ്യത്യാസം അറിയാമല്ലോ. അതായത് ഒരു വെക്ടറിൻ്റെ ഡയറക്ഷൻ തിരിച്ചാൽ സബ്ട്രാക്ഷനായി. അപ്പോൾ R3-യിൽ നിന്ന് R1 സബ്ട്രാക്റ്റ് ചെയ്താൽ ഡെൽറ്റ ആർ കിട്ടി. R3-യിൽ നിന്ന് ഈ വെക്ടർ R2 ആണെങ്കിൽ ഡെൽറ്റ R2 കിട്ടി. വെക്ടർ R2-വിൽ നിന്ന് വെക്ടർ R1 ആണ് സബ്ട്രാക്റ്റ് ചെയ്തെങ്കിൽ ഡെൽറ്റ R1, അതായത് ഈ ഫസ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി. ഇങ്ങനെ നമുക്ക് ഓരോ ഡിസ്പ്ലേസ്മെൻറ്റിനെയും നമുക്ക് ഡെൽറ്റ ആർ എന്നുള്ളതിനെ നമുക്ക് P2 മൈനസ് P1 ഇതിനെല്ലാം പൊസിഷൻ വെക്ടറായിട്ട് ഞാനിങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, ജനറലായിട്ട് പറഞ്ഞു. ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ഇനീഷ്യലിൽ നിന്ന് ഫൈനലിലേക്ക്, ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനലിലേക്ക്. ഇത്രയേ ഉള്ളൂ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന 2 ഡയമെൻഷണൽ മോഷനിലെ കൺസെപ്റ്റ്. ഇനി നമുക്ക് വെലോസിറ്റിയും ആക്സിലറേഷനും ഒക്കെ എങ്ങനെ മാറുന്നു എന്നൊന്ന് നോക്കാം. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു 2 ഡയമെൻഷണൽ മോഷനിലുള്ള ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. എക്സിലെ അല്ലെങ്കിൽ വൈയിലെ എന്നുള്ളതല്ല ഇത് ഉദ്ദേശിക്കുന്നത്, എക്സും വൈയും കോർഡിനേറ്റ്സ് ചേർന്നിട്ടുള്ള പൊസിഷൻ. അപ്പം നമ്മൾ വൈ ആക്സിസ് പൊസിഷനും എക്സ് ആക്സിസ് ടൈമുമായിട്ട് എടുത്തിരിക്കുന്നു. ഇവിടെ ഒരു പൊസിഷൻ P1 എന്ന് പറയുന്നിടത്തു. അപ്പോൾ P1 എന്ന് പറയുന്നതിൻ്റെ ഇപ്പോഴത്തെ ടൈം T1 ആണ്. പൊസിഷനെ ഞാൻ R1 എന്നെടുത്തു. ഇനി ഞാൻ കുറേ മാറിയിട്ട് ടൈം T2 എടുത്തു. അതിൻ്റെ പൊസിഷൻ ഇങ്ങോട്ട് വരുമ്പോൾ R2 എന്ന് കിട്ടി. അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ P2 മൈനസ് P1 ആണ്. നമുക്കിവിടെ നേരെ ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പോൾ ഇതെൻ്റെ ഡെൽറ്റ ആർ എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി. ഇത് നമ്മുടെ ഡെൽറ്റ ടി എന്ന് പറയുന്ന ചേഞ്ച് ഇൻ ടൈം കിട്ടി. ഇവിടെ നമുക്ക് കണ്ടറിയാം ഇത് വലിയ ഒരു ടൈം ഇൻ്റർവെല്ലാണ്. P1-ൽ നിന്ന് P2-ലേക്ക് ബോഡി മൂവ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എന്ന് കിട്ടും. ഇതിൻ്റെ ഡയറക്ഷൻ ചോദിച്ചാൽ നമുക്കറിയാം ഇത് വസ്തു മൂവ് ചെയ്തിരിങ്ങനെയാണ്. അതിൻ്റെ ആവറേജ് മാത്രമേ നമുക്ക് അറിയുകയും ചെയ്യുള്ളൂ, കാരണം നമ്മളൊരു വലിയ ടൈം ഇൻ്റർവെല്ലിലേക്ക് എടുത്ത്. അപ്പോൾ ഇവിടെ ഈ ഒരു ചെറിയ ആംഗിൾ ആണ് ഈ ടൈമും ഈ പൊസിഷനും തമ്മിലുള്ള അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ളൊരു ആംഗിൾ വന്നിരിക്കുന്ന ഒരു ചെറിയ ആംഗിൾ ആൽഫ എന്ന് കിട്ടി. ഇവിടുത്തെ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഏതാണ് എന്ന് ചോദിച്ചാൽ
ഈ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ തന്നെ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ ആക്ച്വലി ഇതിങ്ങനെ ഓരോ പൊസിഷനിലും മാറി മാറി വരുന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ ടോട്ടാലിറ്റി മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ വസ്തു ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്തു. അപ്പോൾ ഇനിഷ്യലി വസ്തു ഇവിടെയായിരുന്നു, ഫൈനലി ഇവിടെയായിരുന്നു. അപ്പോൾ ആ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ ഏതാണോ അത് തന്നെയുള്ളൂ അതിൻ്റെ ആവറേജ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി നാം ഇതിൻ്റെ ടൈം ഇൻ്റർവൽ ഒന്ന് കുറച്ച് നോക്കാം. ഇവിടെ എത്തി. അപ്പോൾ ഇവിടുത്തെ പറയുമ്പോൾ നമുക്ക് P3 എന്ന് പറയുന്ന ഒരു ടൈം എടുക്കുന്നു. നമ്മളവിടെ T3. അതായത് ഞാനിതിനെ നമുക്ക് പല ടൈം ഇൻ്റർവൽ എടുക്കുന്നുണ്ട്. ഇതിനെ ഡെൽറ്റ T1 എന്ന് പറയുന്നു. സോ വെലോസിറ്റി ആവറേജ് ഇവിടുത്തേത് ഡെൽറ്റ T1, ഡെൽറ്റ V1 എന്നൊക്കെ പറഞ്ഞെടുക്കുകയാണ്. ഇവിടെ നോക്കുക, ഈ ആംഗിൾ കുറച്ചുകൂടി കൂടി. ഇവിടെ നമ്മുടെ ആവറേജ് വെലോസിറ്റി എത്രയുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് V2 ഈക്വൽസ് ഇവിടെയും ഡെൽറ്റ R ബൈ ഡെൽറ്റ T2 എന്നെടുക്കാം. നമുക്ക് ഇതിനെ ഈ ടൈം ഇൻ്റർവലിനെ ഡെൽറ്റ T2 ഇങ്ങനെ എടുത്തു. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഞാൻ ഡെൽറ്റ R2 എന്നും പറയുകയാണ്, നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി. ആദ്യത്തേനെ R1 എന്ന് പറയുന്നു. ആംഗിള് മാറുന്നത് നിങ്ങൾ നോക്കുക. ഇനി അടുത്തത് കുറച്ചും കൂടി ചെറിയ ഒരു ഇൻ്റർവൽ എടുത്തു. ഇവിടെ എവിടെയെങ്കിലും എടുത്തു. കുറച്ചും കൂടി ചെറിയ ഇൻ്റർവൽ എടുക്കുമ്പോൾ നിങ്ങൾ നോക്കുക, അതിൻ്റെ ഡയറക്ഷൻ ഈ ആംഗിൾ മാറുന്നു, ഡയറക്ഷൻ വീണ്ടും മാറുന്നു. ഇവിടെയും ഒരു റീസണബിൾ ആയിട്ടുള്ള ടൈം ഇൻ്റർവലുണ്ട്, ഡെൽറ്റ T3. പക്ഷേ ഇവിടെ മാറുന്നതനുസരിച്ച്, സമയം കുറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പം തന്നെ വ്യക്തമായി കാണും, ഈ ആംഗിൾ കൂടിക്കൂടി വരുന്നു. അതോടൊപ്പം ആവറേജ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ തന്നെയാണ്. പക്ഷേ അത് ഈ ഒബ്ജക്റ്റിൻ്റെ പാത്ത് ഏതാണോ അതിനോട് കൂടുതൽ അടുത്ത് വരുന്നു. അപ്പോൾ കൂടുതൽ ആ പാത്തിനോട്, അതായത് ഇതിൻ്റെ ആക്ച്വൽ പാത്ത് ഏതാണോ, അത് മൂവ് ചെയ്ത വഴി ഏതാണോ അതിനേക്ക് കൂടുതൽ അടുത്ത് വരുന്നു. ഇനി ഇവിടെ ഒന്ന് നോക്കുക, ഇങ്ങോട്ടൊന്ന് നോക്കുക. ഇങ്ങനെ നാം ആ ഡെൽറ്റ T എന്ന് പറയുന്നത് വളരെ കുറച്ച് കൊണ്ടുവരികയാണ്. അപ്രോക്സിമേറ്റ്ലി 0 എന്ന് പറയുന്നൊരു വാല്യൂ. അതിനാണ് ഡെൽറ്റ T ടെൻസ് ടു 0 എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ചെറിയൊരു വാല്യൂ എടുക്കുമ്പോൾ നമുക്കൊന്ന് നോക്കാം അതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കാം എന്നുള്ളത്. അപ്പോൾ ഇങ്ങോട്ട് വന്നു. വന്നു കഴിയുമ്പോൾ വരച്ചു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് കാണാം ഇവിടെ ഇത് ഏതാണ്ട് ഇതിൻ്റെ മുകളിൽ കൂടി തന്നെ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഡെൽറ്റ T ഏറ്റവും കുറഞ്ഞുള്ളൊരു കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് പറയാം ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ആവറേജ് അല്ല, പിന്നെയോ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയാണ്. അപ്പോൾ ആ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങനെ വരയ്ക്കും എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ആ പോയിൻറ്റിലെ ഇതിൻ്റെ പാത്തിൻ്റെ, അതായത് ആ ട്രാവൽ ചെയ്ത പാത്തിൻ്റെ ടാൻജൻഷ്യലായിരിക്കും, അല്ലെങ്കിൽ ആ മൂവ് ചെയ്ത പാത്തിൻ്റെ ടാൻജൻഷ്യലായിട്ട് നമുക്കൊരു വര വരയ്ക്കാമെങ്കിൽ അതായിരിക്കും അതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ. അപ്പോൾ ഇത് കുറഞ്ഞു വരുന്നതനുസരിച്ച് ഇവിടെ നോക്കുക, P1 നിന്ന് P2 ദൂരം വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷനും ആവറേജ് വെലോസിറ്റിയുടെ ഡയറക്ഷനും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷനും ഒന്ന് തന്നെയായിരുന്നു. ഇവിടെയും ആവറേജ് വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റും ഒന്ന് തന്നെയായിരുന്നു, ഇവിടെയും ഒന്ന് തന്നെയായിരുന്നു. പക്ഷേ കുറഞ്ഞു വരുന്നതനുസരിച്ച് വരുമ്പോൾ, അവസാനം വരുമ്പോൾ ഇതിങ്ങനെ ഈ ആംഗിൾ കൂടി ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വരുമ്പോൾ ഈ എക്സാക്റ്റ് ഈ ഒരു പോയിന്റിനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ പോയിന്റിന് ടാൻജൻഷ്യൽ. ഇനി ഇതേപോലെ തന്നെ ഇതിനെ ഞാനൊരു പർട്ടിക്കുലർ പൊസിഷനായിട്ട് എടുത്തു. എനിക്ക് ഇവിടുത്തെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യേണ്ടത് ഡെൽറ്റ T എന്ന് പറയുന്ന ടൈം ഇൻ്റർവൽ വളരെ കുറവായിട്ട് എടുക്കുക. എന്നിട്ട് ആ ചെറിയ ടൈം ഇൻ്റർവലിന് ഉള്ള ഡെൽറ്റ R ബൈ
ഡെൽറ്റ ടി, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം കാണുക. അപ്പോൾ അവിടെയും നമുക്ക് കിട്ടുന്നത് ഇവിടെ ടാൻജൻഷ്യലായിരിക്കും. ഇവിടെ ചോദിച്ചാൽ ഈ പർട്ടിക്കുലർ പൊസിഷനിലെ ടാൻജൻഷ്യൽ, ഇവിടെ ചോദിച്ചാൽ ഇതിന് ടാൻജൻഷ്യൽ. ഇങ്ങനെ ജനറലായിട്ട് പറഞ്ഞാൽ ആവറേജ് വെലോസിറ്റി ഫോർ എ ലോങ് ടൈം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ തന്നെയായിരിക്കും. പക്ഷേ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് ചോദിച്ചാൽ ആ പോയിന്റിൽ ആ പാത്തിന് ടാൻജൻഷ്യലായിരിക്കും. ഓക്കെ, ഇനി ഇത് തന്നെയാണ് നമുക്ക് ആക്സലറേഷൻ്റെ കാര്യത്തിലും കിട്ടുന്നത്. നമുക്കതൊന്ന് നോക്കാം.